ബൈബിളിൽ നിന്നൊരു വായന. സദൃശവാക്യങ്ങൾ 22 അധ്യായം 6 വാക്യം. കുട്ടിയെ അവൻ പോകേണ്ട വഴി പരിശീലിപ്പിക്കുക, അവൻ വൃദ്ധരായാലും അതിൽ നിന്ന് മാറുകയില്ല. ദൈവവചനമാണ് നാം കേട്ടത്. Let us now pray for our elder brothers and sisters of classes 10 and 12 who are doing the board exam. Please repeat it after me. O God of love and mercy, look upon the children who are going to give the board exam. Help them to remember well all that they have learned and express them effectively, so that they may give glory to you always. In your bounty grant us prayer. Amen. ഇന്നത്തെ ദിവസത്തെ പ്രകാശിപ്പിക്കുന്ന ചിന്താവിഷയം പങ്കുവയ്ക്കുന്നതിനായി രക്ഷിതരെ ക്ഷണിക്കുന്നു. ചെറിയ നല്ല ശീലങ്ങൾ വലിയ നല്ല ജീവിതമുണ്ടാക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ചെറിയ നല്ല ശീലങ്ങൾ വലിയ നല്ല ജീവിതമുണ്ടാക്കുന്നു. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നാം സംസാരിക്കുന്നത് വിദ്യാർത്ഥികളെ നാം സ്വായത്തമാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ്. നമ്മുടെ നല്ല ശീലങ്ങളെ കുറിച്ച്. നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന ശീലങ്ങളാണ് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മെ നയിക്കുന്നത്. അതിനാലാണ് നമ്മൾ പറയുന്നത് തൊട്ടയിലെ ശീലം ചുടുന്നവരെ. നല്ല ശീലങ്ങൾ നമ്മെ നല്ല കുട്ടികളാക്കുന്നു. നല്ല ശീലങ്ങൾ നമ്മെ നല്ല പൗരന്മാരാക്കുന്നു. നല്ല ശീലങ്ങൾ ദൈവത്തെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്നു. നമ്മൾ മുതിർന്നവരെ ആദരിക്കുകയും അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യണം. കൂട്ടുകാർ പറഞ്ഞ നല്ല ശീലങ്ങൾ എല്ലാം നമ്മൾക്ക് ഇന്ന് തന്നെ ആരംഭിക്കാം. കൂട്ടുകാരെ, ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കഥ കേട്ടാലോ? കഥ പറയുന്നതിനായി അദ്വൈതിനെയും ആപ്പിനെയും ബേസിലിനെയും ക്ഷണിക്കുന്നു. പണ്ട് ഒരു ഗ്രാമത്തിൽ ബാലു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ അച്ഛൻ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ജീവിതം ഒരു വയല് പോലെയാണ്. ചെറുപ്പത്തിൽ വിതയ്ക്കുന്ന വിത്തുകളാണ് പിന്നീട് വളർന്ന് നമ്മൾക്ക് നിഴൽ നൽകുന്നത് എന്ന് അവന്റെ അച്ഛൻ അവനോട് പലപ്പോഴും പറയുമായിരുന്നു. ബാലു ചെറുപ്പം മുതലേ വളരെ ശ്രദ്ധാലുവായിരുന്നു. വീട്ടിൽ ആരെങ്കിലും സഹായം ചോദിച്ചാൽ ഉടൻ ചെയ്യുക, എന്തെങ്കിലും സാധനമെടുത്താൽ അതേ സ്ഥാനത്ത് വെക്കുക, തെറ്റ് ചെയ്താൽ സമ്മതിക്കുക, ഇതെല്ലാം അവന്റെ സ്വഭാവമായി മാറി. ഒരു ദിവസം അവന് സ്കൂളിൽ നിന്ന് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടി. വലിയൊരു തുകയും ചില പ്രധാന രേഖകളും അതിൽ ഉണ്ടായിരുന്നു. അവന്റെ കൂട്ടുകാർ അത് സ്വന്തം കൈവശം വെക്കാൻ അവനെ നിർബന്ധിച്ചു. പക്ഷേ അവന്റെ ഉള്ളിൽ അച്ഛന്റെ വാക്കുകൾ മുഴങ്ങി. നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും മനസ്സിൽ ഒരു ഇരുണ്ട പാട് പോലെയാണ്. അവൻ പേഴ്സ് ഹെഡ് മാസ്റ്ററിന് കൈമാറി. അത് ഒരു സ്കൂൾ ജീവനക്കാരൻ്റെതായിരുന്നു. ആ മനുഷ്യൻ അവനെ കണ്ണു നിറച്ച് അനുഗ്രഹിച്ചു. കാലം കടന്നുപോയി. ബാലു പ്രശസ്തനായ ഒരു ഡോക്ടറായി. ഓരോ പ്രവൃത്തിയിലും താൻ ചെറുപ്പത്തിൽ ശീലിച്ച നന്ദിയും സത്യസന്ധതയും പുലർത്താൻ അവനെ കഴിഞ്ഞിരുന്നു. കൂട്ടുകാരെ, ബാലുവിനെ പോലെ ചെറുപ്പത്തിലെ തന്നെ നല്ല ശീലങ്ങൾ സ്വായത്തമാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് കഴിയണം. നന്ദി. നമ്മൾ നല്ലവരാകാൻ വളരെയധികം കാത്തിരിക്കേണ്ടതില്ല. നമ്മൾ ഇങ്ങനെ നല്ല ശീലങ്ങൾ പാലിച്ചാൽ മതി. അഭിമാനത്തോടെ നമുക്ക് പറയാം, ചൊട്ടിയിലെ ശീലം ചുടുന്നവരെ. നന്ദി. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. അസംബ്ലിയെ അഭിസംബോധിപ്പിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട മാം അനിതയെ ക്ഷണിക്കുന്നു. Respected principal, vice principals, brothers, sisters, teachers, and beloved students. The famous Malayalam proverb, "Chuttayile Sheelam Chudalavare," is a simple sentence, but it gives a deep meaning. Dear students,
Childhood is the foundation of your future. As just like a plant grows in the direction it is guided, your character also grows according to the habits you develop today. If you develop the positive or good habits like honesty, love, care, kindness, discipline, etc., it will stay with you throughout your life. On the other hand, if you practice dishonesty, laziness, carelessness, that also will stay with you throughout your life. So, you should have to develop positive habits or good habits in your life. Simple actions like waking up early, practicing or doing homework regularly, respecting elders, parents, teachers, and keeping the surrounding clean. It will seem simple in today, but later it will build a good personality in your future. So our school gives more opportunities like competitions, activities, value-based education, assemblies, etc. These all will make you a good character, not only scoring marks. It will make you a good person in the future. So let us ask today, what kind of habits am I building? Will it help? Will it make my future a proud? So let us remember one more thing. The future is not built in one single moment. It will build by small actions that you are doing today. So I would like to appreciate the students of class 2A and the class teacher Ma'am Josephina for their beautiful presentation based on the topic Chuttayile Sheelam Chudalavel. Let's give them a big round of applause. Thank you and have a wonderful day. മാതൃരാജ്യത്തോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നതിനായി പ്രതിജ്ഞ ലിയയും തുടർന്ന് ദേശീയഗാനം ആരംഭിക്കുന്നതിനായി സ്കൂൾ ഗാന സംഘത്തെ ക്ഷണിക്കുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും വൃദ്ധന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെ